ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഹാജാസ് ക്ലാസ്സസിൻ്റെ മോർണിംഗ് ടീയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ എല്ലാവരും നല്ല ചായ കുടിച്ചിരിക്കും അല്ലേ? നമുക്ക് ഒരു ചെറിയ അറിവ് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്ന് നോക്കാം. ചായയോടൊപ്പം ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ചായയും കൂടെ എടുത്ത് ഫ്രണ്ടിൽ വെച്ചേക്കുക. നോക്കാം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചുവടെ പറയുന്നതിൽ ഒഴുകുന്ന സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്ന ഡാമിന്റെ പേര്. ഒഴുകുന്ന സോളാർ പാനൽ. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യം എന്ന് പറയുന്നു. നമുക്ക് ഇന്ത്യ ആദ്യം ഒന്ന് എടുക്കണ്ട, അല്ലെങ്കിൽ കേരളത്തിൽ എടുക്കാം. ചില പുസ്തകങ്ങൾ ഇന്ത്യയിലൊന്നും പറയുന്നുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഡാമില് KCB ഒഴുകുന്ന സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഏത് ഡാമിലെന്നാണ്? അറിയാമെന്ന് കമന്റ് ചെയ്ത് വെച്ചോ. നമുക്ക് നോക്കാം. ഒഴുകുന്ന സോളാർ പാനലാണ്. വേറെ ഒഴുക്കൊന്നുമില്ല അവിടെ. അതായത് നമ്മൾ ഡാമിന്റെ പുറത്ത് സോളാർ പാനൽ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഓളം വെട്ടുമ്പോൾ എന്താണ് ഉയരുകയും താഴുകയൊക്കെ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അതാണ് ഇങ്ങനെ ആലങ്കാരികമായിട്ട് ഒഴുകുന്നു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഒരു ഗുമ്മിന് വേണ്ടി. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ നെയ്യാർ ഡാമാണ്. നെയ്യാർ ഡാമിലല്ല കേട്ടോ, തെറ്റാണേ. നെയ്യാർ ഡാം അല്ല. രണ്ട്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ഒരു ഡാമാണ് പേപ്പാറ ഡാം. അതും അല്ല, അത് നമുക്ക് ഒഴിവാക്കാം. വീണ്ടും അവർ തിരുവനന്തപുരം തന്നെ പിടിച്ചിട്ടുണ്ട്. ആ ഓപ്ഷൻകാരൻ, ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആള് അല്ലേ. അരുവിക്കര ഡാം, നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്ക് ദാഹജലം കൊടുക്കുന്ന ഡാമാണ് അരുവിക്കര ഡാം. അരുവിക്കര ഡാമും അല്ല. അപ്പൊ പിന്നെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ബാണാസുര സാഗർ ഡാമാണ്. കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു ഡാമില് സോളാർ പാനൽ വിരിച്ചിട്ടുള്ളത്, അതിൽ നിന്നും വൈദ്യുതി എടുക്കുന്ന ഒരു പദ്ധതി ആരംഭിക്കുന്നത് ഈ ബാണാസുര സാഗർ ഡാമിൽ നിന്നുമാണ്. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ചുവടെ പറയുന്നതിൽ ഒഴുകുന്ന സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്ന ഡാം ഏതാണ്? നെയ്യാർ ഡാമല്ല, പേപ്പാറ ഡാമല്ല, അരുവിക്കര ഡാമല്ല, ബാണാസുര സാഗർ ഡാം. അവിടെ ഒരു മൂന്ന് ആ ഡാമിനെ പറ്റി പറയുന്നുണ്ട്. നെയ്യാർ ഡാം അല്ലേ. നെയ്യാർ ഡാമിന്റെ പ്രത്യേകത നമുക്കറിയാം. തിരുവനന്തപുരം ജില്ലയിലാണ്. തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന, കേരളത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമും നെയ്യാർ ഡാമാണ്. ചീങ്കണ്ണി പാർക്ക് അല്ലേ, കേരളത്തിലെ ആദ്യത്തെ ചീങ്കണ്ണി പാർക്ക്, അത് ഈ നെയ്യാർ ഡാമാണ്. പേപ്പാറ ഡാമും തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് പേപ്പാറ ഡാം. അരുവിക്കര ഡാം ഒരു ചെറിയ ഡാമാണ്. പക്ഷേ തിരുവനന്തപുരം സിറ്റിക്കകത്ത് VVIPകൾക്കും VIP കൾക്കും അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക്, ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും വെള്ളം കൊടുക്കുന്നത് ഈ അരുവിക്കര ഡാമിലെ വെള്ളമാണ്. ബാണാസുര സാഗർ ഡാമിനെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്. അത് വരട്ടെ. യെസ്, നോക്കാം. അപ്പൊ എൻ്റെ ആൻസർ കിട്ടിയേ. ആ ഡാം യഥാർത്ഥത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് കബനി നദിയാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചത് കബനി നദിയിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. മിക്കവാറും പുസ്തകങ്ങളിൽ കബനി നദി തന്നെ, തെറ്റൊന്നുമല്ല. പക്ഷേ കബനി നദിക്ക് ഒരു ചെറിയ പോഷക നദിയുണ്ട്. അതിൻ്റെ പേര് കരമനത്തോട് നദി എന്നാണ്. എന്താ അതിൻ്റെ പേര്? കരമനത്തോട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നദി എന്നും പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കബനിയുടെ ഒരു പോഷക നദിയായ കരമനത്തോട് നദി എന്നാണ്. ബാണാസുര സാഗർ ഡാം. അങ്ങനെ നമ്മൾ പറയുമ്പോഴും നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് കബനി നദി എന്ന് പറയുന്നുണ്ട്. തെറ്റല്ല, കബനി നദി തന്നെയാണ്. കുറച്ചുകൂടെ നമ്മൾ ഷാർപ്പിലേക്ക് പോയാൽ കൃത്യതയോടെ പറഞ്ഞാൽ എന്താണ്? കബനി നദിയുടെ ഒരു പോഷക നദിയായ കരമനത്തോട് നദിയിലാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ഏത് ഡാമാണ്? ബാണാസുര സാഗർ ഡാം. ഈ ബാണാസുര സാഗർ ഡാമിന്റെ പ്രത്യേകത, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എർത്തേൺ ഡാം, അഥവാ ഇന്ത്യയിലെ ആദ്യത്തെ എർത്ത് ഡാം എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ എർത്ത് ഡാം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് ഡാം എന്നും പറയാം. ആദ്യത്തെ എർത്ത് ഡാം അഥവാ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് ഡാം എന്നും ബാണാസുര സാഗർ ഡാമിനെ പറയുന്നു. എന്ന് പറഞ്ഞാൽ ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് മണ്ണ് ചവിട്ടി കുഴച്ച് അങ്ങനെ ഒരു ഡാം നിർമ്മിച്ചിരിക്കുകയല്ല. ബാണാസുര സാഗർ ഡാം എന്ന് പറഞ്ഞാൽ ഒരു ബാണാസുര സാഗർ എന്ന് പറയുന്ന മല, ആ മലയെ വെട്ടി ഒരുക്കി ആ മലയുടെ അപ്പുറത്തെ സൈഡിൽ വെള്ളം കളക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു.
അതുകൊണ്ടാണ് ഇതിനെ മണ്ണ് ഡാം എന്ന് പറയുന്നത്. സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട്. അതുകൊണ്ട് ഇതിനെ ഇന്ത്യയിലെ ആദ്യത്തെ എർത്ത് ഡാം എന്നും ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് ഡാം എന്നും കേരളത്തിലെ ആദ്യത്തെ എർത്ത് ഡാം മണ്ണ് ഡാം എന്നും ബാണാസുര സാഗർ ഡാമിനെ അറിയപ്പെടുന്നു. ഈ ഡാമിലാണ് എന്ത് സ്ഥാപിച്ചിട്ടുള്ളത്? ഒഴുകുന്ന സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുള്ളത്. ക്ലിയർ? ബാണാസുര സാഗറായി. ഇനി നമുക്ക് ഇതിൻ്റെ ആ കബനി നദി ഒന്ന് കാണണമല്ലോ. അതുമായി ബന്ധപ്പെട്ട് ചുരുക്കം ചില ഫാക്ട്സ് നമുക്കൊന്ന് നോക്കാം. കബനി നദിയുമായി ബന്ധപ്പെട്ട്, അതായത് 1974 ഗവൺമെന്റ് ഓഫ് കേരള ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 1974 കേരള ഗവൺമെന്റ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ആ വിജ്ഞാപനം അനുസരിച്ച് ഒരു ജലപ്രവാഹത്തെ ഒരു നദി എന്ന് വിളിക്കണമെങ്കിൽ 15 അതിലധികമോ കിലോമീറ്റർ നീളം ഉണ്ടാകണം. ഇതാണ് കേരള സർക്കാരിന്റെ 1974 വിജ്ഞാപനം. എന്താണ്? 1974 കേരള സർക്കാരിന്റെ വിജ്ഞാപനം പറയുന്നത് ഒരു ജലപ്രവാഹത്തെ നദി എന്ന് വിളിക്കണമെങ്കിൽ 15 അതിലധികമോ കിലോമീറ്റർ നീളം ഉണ്ടാകണം. ആ കണക്ക് വെച്ച് നോക്കിയാൽ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് സൂചിപ്പിക്കാം, 44 നദികളാണ് കേരളത്തിലാകെയുള്ളത്. ഈ 44 നദികളിൽ 41 നദികളും വെസ്റ്റ് ഫ്ലോയിങ്ങും പടിഞ്ഞാറോട്ടും 3 നദികൾ ഈസ്റ്റ് ഫ്ലോയിങ്ങുമാണ്, കിഴക്കോട്ടും ഒഴുകുന്നവയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി. അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന ആ 3 നദികൾ നമുക്കറിയാം. എന്നാലും നമുക്ക് ആ മെമ്മറിയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. കിഴക്കോട്ട് ഒഴുകുന്ന ആ 3 നദികൾ ഏതൊക്കെ? കബനി, ഭവാനി, പാമ്പാർ. പമ്പയല്ലേ, പാമ്പാറാണ്. പാമ്പാർ. ഞാൻ ഈ നീളത്തിന്റെ ക്രമം അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഏറ്റവും നീളം കൂടിയത് കബനി, രണ്ടാമത്തെ നീളം കൂടിയത് ഭവാനി, മൂന്നാമത്തെ നീളം കൂടിയത് ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും നീളം കുറഞ്ഞത് പാമ്പാറാണ്. എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും നീളം കുറഞ്ഞതും കൂടിയതും ഒക്കെയാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഈ കിഴക്കോട്ട് ഒഴുകുന്ന നീളം കൂടിയ നദിയില് ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ കബനി തന്നെയാണ്. അപ്പൊ നമുക്കിവിടെ സൂചിപ്പിക്കേണ്ടത് കബനിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം. നോക്കാം കബനിയെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം. കബനി നദിയുടെ ആദ്യത്തെ പേര് കപില എന്നാണ്, ഓൾഡ് നെയിം. അപ്പൊ കബനി നദിയുടെ ഓൾഡ് നെയിം കപില. അപ്പൊ കപില എന്നറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ കബനിയാണ്. കബനി നദി ഉത്ഭവിക്കുന്നത് വയനാട് ജില്ലയിൽ തന്നെ തൊണ്ടാർമുടി എന്നൊരു സ്ഥലമുണ്ട്. വയനാട് ജില്ലയിലെ പശ്ചിമഘട്ടമാണ് കേട്ടോ. തൊണ്ടാർമുടി. കബനിയുടെ ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ വയനാട് ജില്ലയിലെ തൊണ്ടാർമുടി എന്ന സ്ഥലമാണ്. ആദ്യത്തെ പേര് കപില എന്നാണ്. കബനിയുടെ ആദ്യത്തെ പേര് കപില. കബനി നദിയുടെ ആകെ നീളം, ടോട്ടൽ ലെങ്ത് ചോദിച്ചാൽ മോശമല്ല, 240 കിലോമീറ്ററാണ് കബനിയുടെ ടോട്ടൽ നീളം. ഭാരതപ്പുഴയേക്കാൾ നീളം കബനിക്കുണ്ട്. പക്ഷേ കേവലം 57 കിലോമീറ്റർ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് പറയാം 56.6 കിലോമീറ്റർ മാത്രമേ കബനി കേരളത്തിലൂടെ ഒഴുകുന്നുള്ളൂ. ടോട്ടല് 240 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ കബനി കേരളത്തിലൂടെ ഒഴുകുന്നത് 57 കിലോമീറ്റർ. കുറച്ചുകൂടെ കൃത്യതയോടെ പറഞ്ഞാൽ 56.6 കിലോമീറ്റർ ആണ് കബനി കേരളത്തിലൂടെ ഒഴുകുന്നത്. കബനിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. ഈ 44 നദികളിൽ ഒരു നദി മാത്രമേ കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്നുള്ളൂ. അത് കബനിയാണ്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. കേരള ടു കർണാടക, കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി കബനി. വേറൊരു ചോദ്യമുണ്ട്. കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് വരുന്ന ഒരു നദിയുണ്ട്. അതിൻ്റെ പേര് വളപട്ടണം പുഴ എന്നാണ്. എവിടെ നിന്ന് ഉത്ഭവിച്ച് എവിടേക്ക് വരുന്നത്? കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് വരുന്നത്. കർണാടക ടു കേരള, കേരള ടു കർണാടക കബനി, കർണാടക ടു കേരള വളപട്ടണം പുഴ, അല്ലെ? ഈ കബനി മാത്രമല്ല, കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളും
കബനിയും ഭവാനിയും പാമ്പാറും. മറ്റൊരു വലിയ നദിയുടെ പോഷക നദികളാണ്. അതേതാണ്? ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന കാവേരിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, പാമ്പാറ്. ഏതിൻ്റെ പോഷക നദികളാണ്? കാവേരി. മറക്കണ്ട. കബനി മാത്രമല്ല കാവേരിയുടെ പോഷക നദി. നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളും ചെന്ന് ചേരുന്നത് കാവേരിയിലേക്കാണ്. കാവേരി നദിയെ നമ്മൾ പോഷിപ്പിക്കുന്നുണ്ട്, ഈ 3 നദികൾ. അടുത്ത് നോക്കാം. ഈ കാവേരി നദി ഒഴുകുന്ന ജില്ല ഒറ്റ ജില്ലയാണ്, വയനാട് ജില്ലയാണ്. കാവേരി നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നദീജന്യ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മൾ മറ്റൊരു മോർണിംഗ് ടീയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്ത് പോവാം. അത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കുറുവ ദ്വീപാണ്. കുറുവ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടും. ഏത് നദി സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ കബനി നദിയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ചോദിച്ചാൽ അത് മജുലി അഥവാ മാജുലിയാണ്. ബ്രഹ്മപുത്ര നദിയാണ്, ആസാമിലാണ്. അതിനെ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ കുറുവ കുറച്ചേ ഉള്ളൂ, ഒരു 10, 15, 20 ഏക്കറേ ഉള്ളൂ. പക്ഷെ അത് വലുതാണ്. അപ്പൊ ഇവിടെ നോക്കാം. കബനി നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. നദീജന്യ ദ്വീപ് അറിയാമല്ലോ, നദി ഇങ്ങനെ ഒഴുകി വരുന്നു. ഒരു ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് 2 ഡയറക്ഷനിലേക്ക് നദി ഇങ്ങനെ പിരിയുന്നു. വീണ്ടും കുറേ ദൂരം അത് പിരിഞ്ഞൊഴുകിയിട്ട് വീണ്ടും അതെന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒന്നാവുന്നു. അപ്പൊ ഇവിടെ ഒരു ഐലൻഡ് ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ നദീജന്യ ദ്വീപ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ? ഇനി നോക്കൂ, ഈ നദിയിൽ 2 പ്രധാനപ്പെട്ട പോഷക നദികളുണ്ട്. 2 പ്രധാനപ്പെട്ട പോഷക നദികൾ ഇവിടെ ഉണ്ട് കേട്ടോ. കരമനത്തോടൊരു ചെറിയ പോഷക നദിയാണ്. കൂടാതെ പ്രധാനപ്പെട്ട 2 പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തത് പനമരം പുഴയാണ്. ഏതാണ്? പനമരം പുഴ. രണ്ടാമത്തത് മാനന്തവാടി പുഴ. മാനന്തവാടി പുഴ. അപ്പൊ പനമരം പുഴയും മാനന്തവാടി പുഴയുമാണ് കബനി നദിയുടെ 2 പ്രധാനപ്പെട്ട പോഷക നദികൾ. കർണാടകത്തിലെ നാഗർഹോൾ എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കുണ്ട്, വന്യജീവി സങ്കേതം കൂടെയാണത്. എന്താ അതിൻ്റെ പേര്? നാഗർഹോൾ. നാഗർഹോൾ, നാഗർഹോളെ എന്നും പറയും കേട്ടോ. നാഗർഹോൾ അഥവാ നാഗർഹോളെ. ഈ നാഗർഹോൾ അഥവാ നാഗർഹോളെ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി നമ്മുടെ കബനി നദിയാണ്. കർണാടകത്തിലെ നാഗർഹോൾ അഥവാ നാഗർഹോളെ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയും നമ്മുടെ ഈ കബനി നദിയാണ്. മറക്കണ്ട. ഇനിയും നോക്കൂ, ഈ കബനി നദിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഒരു വന്യജീവി സങ്കേതമുണ്ട്. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ 18 എണ്ണം ഉണ്ട്. അതിലൊന്ന് വയനാട് ജില്ല. ഞാൻ വയനാടാണ് ഉദ്ദേശിച്ചത് കേട്ടോ. വയനാട്ടിലൊരു വന്യജീവി സങ്കേതം. ആ വയനാടിലെ വന്യജീവി സങ്കേതത്തിൻ്റെ പേരാണ് വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളതിനെ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് പറയാം. വയനാട് വന്യജീവി സങ്കേതം, മുത്തങ്ങ വന്യജീവി സങ്കേതം. ഈ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാലും നമ്മുടെ കബനി നദിയാണ്. അപ്പൊ ഇവിടെ കർണാടകത്തിലെ നാഗർഹോൾ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി കബനി. കേരളത്തിലെ മുത്തങ്ങ അഥവാ വയനാട് വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയും കബനി തന്നെയാണ്. ഈ കബനി അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഒരു 56.6 കിലോമീറ്റർ, ടോട്ടല് 240 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ കേരളത്തിലൂടെ വയനാട് ജില്ലയിലൂടെ 56.6 കിലോമീറ്റർ ആണ്. അങ്ങനെ 56.6 കിലോമീറ്റർ ഇത് അങ്ങനെ ഒഴുകിയിട്ട് നേരെ ചെന്ന് ചേരുന്നത് കർണാടകത്തിലാണെന്ന് പറഞ്ഞു. കർണാടകത്തിലെ ആ സ്ഥലത്തിന്റെ പേര് തിരുമക്കുടൽ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. എന്താ അതിന്റെ പേര്? തിരുമക്കുടൽ. തിരുമക്കുടൽ. ഒന്നുകൂടെ, കബനി കർണാടകത്തില്, അവിടെ ചെന്നിട്ട് ആരുമായിട്ട് ചേരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാവേരിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ. തിരുമക്കുടലു എന്നും പറയാറുണ്ട്. ഇത്രയുമാണ് പ്രധാനമായിട്ട് കബനിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. അതായത് 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലൊരു ജില്ലയുണ്ട്. ആ ജില്ലയുടെ പേരാണ് നമ്മുടെ വയനാട്.
കേരളത്തിന്റെ അതിർത്തിയിൽ 2 സംസ്ഥാനങ്ങളെ ഉള്ളൂ. ഏതൊക്കെ? ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് നമ്മുടെ തമിഴ്നാടാണ്. പിന്നെ ഒരു 3 സ്റ്റേറ്റുകളായിട്ട് അതിർത്തി പങ്കിടുന്നത് കർണാടകയാണ്. അപ്പൊ തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന ഏക സംസ്ഥാനം നമ്മുടെ വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിലെ ഏത് താലൂക്ക് എന്ന് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരി താലൂക്കാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്കാണ് ഇവിടെ കർണാടകയുമായും പിന്നെ തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്നത്. ഞാനിതിവിടെ പറയാൻ കാരണം നിരവധി തവണ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഈ വയനാട് ജില്ല ഏത് താലൂക്കാണെന്ന് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരി താലൂക്കാണ് ഈ 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നത്. സുൽത്താൻ ബത്തേരിക്ക് ഒരു ഓൾഡ് നെയിമുണ്ട്. അതിൻ്റെ പേര് ഗണപതി വട്ടം എന്നാണ്. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം എന്നാണ്. ഒരു 10-200 വർഷങ്ങൾക്ക് മുമ്പ് സുൽത്താൻ ബത്തേരി എന്നല്ല ആ മേഖല അറിയപ്പെടുന്നത് ഗണപതി വട്ടം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം. ഗണപതി വട്ടം അങ്ങനെ സുൽത്താൻ ബത്തേരി ആയെന്ന് ചോദിച്ചാൽ നമ്മുടെ ടിപ്പു സുൽത്താനും ഹൈദരലിയും അങ്ങ് മാറ്റിവെക്കാം. പിതാവ് ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മൈസൂർ ഭരണാധികാരിയാണ്. അവർക്ക് ഏത് വഴിയേ വരാൻ പറ്റുള്ളൂ? വയനാട് വഴി വന്ന് ചുരം കയറി വേണം നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ ഈ മേഖലയിലെത്താൻ, മലബാർ മേഖലയിലെത്താൻ. അങ്ങനെ മലബാർ ആക്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടിപ്പു സുൽത്താന്റെ പീരങ്കിപ്പടയ്ക്ക് ആവശ്യമായ ബാറ്ററി സൂക്ഷിക്കുന്ന സ്ഥലമായിരുന്നു ഈ ഗണപതി വട്ടം. അതായത് മലബാർ ആക്രമണ സമയത്ത് ടിപ്പു സുൽത്താന്റെ പീരങ്കികൾക്ക് ആവശ്യമായ ബാറ്ററി സൂക്ഷിക്കുന്ന സ്ഥലം, നമ്മളതിന് വെടിമരുന്നെന്ന് ഒക്കെ പറയാം, ബാറ്ററി സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. ഏത്? ഗണപതി വട്ടം. അങ്ങനെ സുൽത്താന്റെ ബാറ്ററി സൂക്ഷിക്കുന്ന സ്ഥലം, സുൽത്താന്റെ ബാറ്ററി, സുൽത്താൻ ബത്തേരി. അങ്ങനെയാണ് നമ്മുടെ ഗണപതി വട്ടം സുൽത്താൻ ബത്തേരി ആയി മാറുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കില്ല, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ സന്ദർഭവശാൽ. അപ്പോൾ സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ചോദിച്ചാൽ ഗണപതി വട്ടമാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്തിന്റെ പേര് മാറ്റിയതായിട്ട് പറയുന്നുണ്ട്, അല്ലേ? ഓർമ്മയുണ്ടോ? ഇന്ത്യയിലെ ഏത് സ്ഥലത്തിന്റെ, ഒന്ന് കമന്റ് ചെയ്യണേ. ഇന്ത്യയിലെ ഏത് സ്ഥലത്തിന്റെ പേരാണ് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ആരാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാറ്റിയത്? ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റി. ഒന്ന് കമന്റ് ചെയ്യൂ. ഒരു 2 സെക്കൻഡ് ഞാൻ പറയാം. ഇപ്പോൾ കമന്റ് ചെയ്തിരിക്കും, ഞാൻ നോക്കും. യെസ്, അറിയാന്നുള്ളൊരു കമന്റ് ചെയ്താൽ മതി. അത് ശ്രദ്ധിക്കണം. അതായത് ആൻഡമാൻ നിക്കോബാറിന്റെ ക്യാപിറ്റല് പോർട്ട് ബ്ലെയർ ആയിരുന്നു. പോർട്ട് ബ്ലെയർ ഈ അടുത്ത കാലത്തായിട്ട് പേര് മാറ്റി. എന്താണെന്നറിയാമോ? പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീ വിജയപുരം എന്നാക്കി. എന്താണ്? ന്യൂ നെയിം ഓഫ് പോർട്ട് ബ്ലെയർ, ശ്രീ വിജയപുരം. ഇനി ആൻഡമാന്റെ ക്യാപിറ്റൽ ചോദിച്ചാൽ പോർട്ട് ബ്ലെയർ അല്ല, എന്താണ്? ശ്രീ വിജയപുരം എന്നാണ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ടീ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് നമ്മുടെ വിശ്വാസം. ഓക്കെ, അടുത്ത് നമുക്ക് മറ്റൊരു മോർണിംഗ് ടീയുമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.